നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീൻ ഫുട്ബോളിന് ഏറെ പ്രതീക്ഷയുള്ള യുവതാരമാണ് ക്ലോഡിയോ എച്ചുവേരി. അവൻ്റെ മികവ് അവൻ പൂർണ്ണാർത്ഥത്തിൽ പുറത്തെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ അണ്ടർ-20 കോപ്പ അമേരിക്കയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഉറുഗ്വായ്ക്കെതിരെ വിജയിച്ച് കയറുമ്പോൾ 3-4 അർജൻറ്റീന വിജയിച്ച് കയറുമ്പോൾ 2 ഗോളുകളും ഒരു അസിസ്റ്റുമാണ് അവൻ്റെ വക പിറന്നിരിക്കുന്നത്. ഇന്നത്തെ കളിയിലെ അവൻ്റെ പ്രകടനം ഒന്ന് നോക്കുക. 75 മിനിറ്റ് കളിച്ചു, 2 ഗോൾ, ഒരു അസിസ്റ്റ്, 42 ടച്ച്, 17 ആക്യുറേറ്റ് പാസുകൾ, 77% പാസിംഗ് ആക്യുറസി, 6 ഗ്രൗണ്ട് ഡ്യുവൽസ് വിൻ ചെയ്തു, 4 സക്സസ്ഫുൾ ഡ്രിബിളിങ്ങൾ, 2 ടാക്കിളുകൾ, 2 കീ പാസുകൾ, 2 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ. അങ്ങനെ എല്ലാം കൊണ്ടും വലിയ ഇമ്പാക്റ്റാണ് അവരിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സൗത്ത് അമേരിക്കൻ യൂത്ത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്, അതാണ് അണ്ടർ-20 കോപ്പ അമേരിക്ക. അതിൽ ഗോളടിയുടെയും അസിസ്റ്റിൻ്റെയും കാര്യം നോക്കുക, രണ്ടിലും അവൻ മുന്നിലുണ്ട്. ഏറ്റവും അധികം ഗോളുകൾ ഇപ്പോൾ അടിച്ചിരിക്കുന്നത് കൊളംബിയൻ താരം നെയ്സർ ഡേവിഡാണ്. അദ്ദേഹം 6 ഗോളുകളാണ് അടിച്ചിട്ടുള്ളതെങ്കിൽ ക്ലോഡിയോ എച്ചുവേരി 2ാം സ്ഥാനത്ത് 5 ഗോളുകളുമായിട്ട് നിൽക്കുകയാണ്. അസിസ്റ്റിൻ്റെ കണക്കെടുത്താലും ക്ലോഡിയോ എച്ചുവേരി തലപ്പത്തുള്ളവരുടെ ലിസ്റ്റിലുണ്ട്. 2ാം സ്ഥാനത്താണ് അവനുള്ളത്. 3 അസിസ്റ്റുകളുമായിട്ട് എച്ചുവേരി അവിടെയുമുണ്ട്. അപ്പോൾ 8 ഗോൾ കോൺട്രിബ്യൂഷൻസാണ് ഓൾറെഡി അവൻ കുറിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. മിന്നും പ്രകടനമാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എച്ചുവേരി കളിക്ക് ശേഷം പറഞ്ഞാൽ വളരെയധികം ഹാപ്പിയാണ്, വളരെയധികം പ്ലീസ്ഡാണ്. ഈ ഒരു ടൂർണമെൻറ്റിൽ ഞാൻ അടിച്ചിട്ടുള്ള 5 ഗോളുകൾ തീർച്ചയായിട്ടും 6 അപ്പിയറൻസുകളിൽ നിന്നാണ് ഈ 5 ഗോളുകൾ വന്നിരിക്കുന്നത്. ടീമിനത് നല്ല രൂപത്തിൽ സഹായിക്കുന്നു എന്നുള്ളതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് എന്നുകൂടി ക്ലോഡിയോ എച്ചുവേരി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അവനെ നമുക്കങ്ങ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ കാണാൻ പറ്റും. തീർച്ചയായിട്ടും പെപ് ഗാർഡിയോളയുടെ കീഴിലാകുമ്പോൾ കൂടുതൽ മികവിലേക്ക് അവൻ മാറുകയേ ഉള്ളൂ. എന്തായാലും അർജൻറ്റീനയ്ക്ക് ഭാവിയും സുരക്ഷിതമാണ് എന്നതാണ് എച്ചുവേരിയുടെ മികവ് നമ്മോട് പറയുന്നത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.